ക്രിസ്ത്യൻ എലൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷനിലെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ്. വിശുദ്ധ തിരുവെഴുത്തുകൾ ശ്രദ്ധയോടെ വായിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റൻ ആൻസർ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 60-ൽ പരം എപ്പിസോഡുകളിൽ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നിങ്ങളുടെ അനേകം ചോദ്യങ്ങൾക്ക് വ്യക്തവും തൃപ്തികരമായ മറുപടി തന്നു കഴിഞ്ഞു. ഇന്നും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനായി കത്രിദാസൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, കഴിഞ്ഞ സെഷനിൽ പൂർത്തീകരിക്കാത്ത ഒരു ചോദ്യം ഈ സെഷനിൽ വീണ്ടും ആവർത്തിക്കുന്നു. ചോദ്യം ഇങ്ങനെയാണ്: സർ, പ്ലീസ് എക്സ്പ്ലെയിൻ ജീസസ് ക്രൈസ്റ്റ് അറ്റ് എ ടൈം 100% God and 100% man, infinite and finite at the same time. യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യൻ പൂർണ്ണ ദൈവം എന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു വിശദീകരണമാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. പ്രേക്ഷകന്റെ ചോദ്യം ന്യായമാണ്. നമുക്ക് അത് മറുപടി പറയാനുള്ള നമ്മുടെ കഴിവ്, എബിലിറ്റി കുറവാണ്. അത് നമ്മളും ഈ ചോദ്യം നമ്മളുടെ ഡിഫറൻസ്. ചോദ്യം ആരെ പറ്റിയാ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ യുണീക്നെസ്സിനെ പറ്റിയാണ്. Because he alone is man and God at the same time. Yes. In heaven, he is living in a human body. Look at it. In heaven, he is living in a human body. And on earth, he lived as God. How are we going to explain it? All our explanations fail. നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ വിശദീകരിക്കാനുള്ള കഴിവിടെ പരാജയപ്പെട്ടു. നമ്മുടെ ബുദ്ധിമണ്ഡലത്തിന്റെ അപര്യാപ്തതയായിരിക്കും. അതെ. അങ്ങനെ പറഞ്ഞ പ്രേക്ഷകർക്ക് മറുപടി കിട്ടത്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞ ചോദ്യം ചോദിച്ചാലും മറുപടി കിട്ടുമോ? പിന്നെ നമുക്ക് ബൈബിളിലെ തന്നെ ഒരു അനാലജി എടുക്കാം. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് തിരിച്ചറിയാം. ഒരാൾ മനുഷ്യനാണ് എന്നുള്ളൊരു തെളിവ്. ഒന്ന്, മനുഷ്യന്റെ ശരീരം ഉണ്ടായിരിക്കണം, മനുഷ്യന്റെ ബുദ്ധിമണ്ഡലം ഉണ്ടായിരിക്കണം, മനുഷ്യനെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം, മനുഷ്യന്റെ ബലഹീനതകളും ഉണ്ടായിരിക്കണം. മനുഷ്യന്റെ ബലഹീനത ഒന്ന്, വിശപ്പ്. ദൈവത്തിന് വിശക്കുമോ? ഇല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോ വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. മനുഷ്യന്റെ ബലഹീനത ക്ഷീണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്ഷീണിച്ച് ഇത് ബോട്ടെ കിടന്ന് ഉറങ്ങി, അല്ലേ? മനുഷ്യന്റെ ബലഹീനത രോഗം. മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. നമ്മൾ ഈ സൂപ്പർ സ്പിരിച്വലാണ്. നമ്മൾ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഒരൊറ്റ രോഗമില്ലായിരുന്നു. ബൈബിൾ അങ്ങനെ പറയുന്നില്ലല്ലോ. ഇത് രോഗം ശീലിച്ചവനെന്ന് കേട്ടോണം. നല്ല തലവേദനയായിട്ട് ഇരിക്കുക, അല്ലെ ഒരു പനിയായിട്ടിരിക്കുക. അപ്പോഴാണ് എനിക്ക് ദൂരെ നിന്നൊരാൾ വന്ന് വിളിക്കുന്നു, യായിറോസിന്റെ വീട്ടിൽ നിന്ന് മോള് മരിച്ചു. ഞാനിവിടെ തലവേദനയിട്ടിരിക്കുമ്പോഴേ അവന്റെ യായിറോസ് കൊണ്ടുപോകാൻ പറ. അങ്ങനല്ല, തൻ്റെ വേദന തന്നെ ഒതുക്കിക്കൊണ്ട് പോവുക. നമ്മൾ ഏതെങ്കിലും പട്ടിയോ ഒരു പൂച്ചയോ കാളയോ നമ്മൾ കളിയാക്കിയാൽ അതിന് ഫീൽ ചെയ്യുമോ? ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവോ മനുഷ്യനെ പോലെ പരിഹസിക്കപ്പെട്ടു, പരിഹാസമേറ്റു. തളർച്ചയുണ്ടായിരുന്നോ? 120 റാത്തിൽ തൂക്കമുള്ള
ഒരു പച്ച മരക്കമ്പ് മേത്ത് വെച്ച് കെട്ടിയപ്പം തൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും. അല്ലേ? ഒരു മനുഷ്യനുണ്ടാവുന്ന എല്ലാ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും ഫീലിങ്സിലൂടെ കടന്നുപോയി. Was he insulted? He was insulted. Yes. Was he attacked? He was attacked. Was he beaten? He was beaten. Was he hungry? He was hungry. Every one of the human infirmities he went through. മനുഷ്യന്റെ എല്ലാ ഇൻഫർമിറ്റീസ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കടന്നുപോയി. He was 100% man. ഇനി ദൈവത്തിന് മാത്രം കഴിവുള്ളത് ദൈവത്തെ പോലെ സംസാരിക്കുക, ദൈവത്തെ പോലെ പ്രവർത്തിക്കുക, ദൈവത്തെ പോലെ പെരുമാറുക. നമുക്ക് തുടങ്ങാം. എങ്കിലും പാപങ്ങളെ മോചിപ്പിക്കാൻ ഭൂമിയിൽ മനുഷ്യപുത്രന് അധികാരമുണ്ട്. ഇവനാര്? ദൈവത്തിനല്ലാതെ പാവങ്ങളെ മോചിക്കാൻ ആർക്കും കഴിയില്ല. അവന്റെ പാവം മോചിച്ചെന്നുള്ളതിന്റെ തെളിവാണ് അവൻ ചാടി എഴുന്നേറ്റ് പോയത്. പാപത്തിന് മോചനം കൊടുത്തു. Only God can do that. Second, ഈ പ്രപഞ്ചത്തിന്റെ പ്രവൃത്തികളെ, അതിന്റെ ചലനത്തെ വാക്കുകൊണ്ട് നിയന്ത്രിച്ചു. കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകുക. അല്ലേ? തന്മാത്രകളുടെ മേൽ അധികാരമുണ്ട്. ഒരു തന്മാത്രയെ മറ്റൊരു തന്മാത്രയാക്കാൻ. പച്ചവെള്ളത്തിന്റെ തന്മാത്രയെ വീഞ്ഞിന്റെ തന്മാത്രയാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പച്ചവെള്ളത്തിന്റെ തന്മാത്രയെ വീഞ്ഞിന്റെ തന്മാത്രയാക്കി മാറ്റാൻ. മാത്രമാണോ, മരണത്തിന്റെ അധികാരത്തിൽ നിന്ന് ഒരാളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയത്തുള്ളൂ. മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനോട് കയറി പോരാൻ പറഞ്ഞു. ഇല്ലേ? അവിടെ കിടന്ന് ഉരുളുകയും പിടിക്കുക ഒന്നും ചെയ്തില്ല. ഒറ്റ വാക്ക്, ലാസർ എഴുന്നേറ്റ് പോകുന്നു. അല്ലേ? തൻ്റെ ജീവന്റെ മേൽ തനിക്ക് അധികാരമുണ്ട്. I can lay my life down and I can take it back. എൻ്റെ ജീവനെ വെച്ചു കൊടുക്കുകയും അതിനെ തിരികെ പ്രാപിക്കുകയും ചെയ്യാൻ എനിക്ക് കഴിയും. പിതാവേ, ഞാൻ എൻ്റെ ജീവനെ പ്രാണകരങ്ങളിൽ പരിവേൽപ്പിക്കും. അല്ലേ? സോ ദൈവം തൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ എങ്ങനെ പെരുമാറുമോ, അതേ ഫുൾ ഡിവൈൻ കപ്പാസിറ്റിയിൽ ഈ മനുഷ്യ ശരീരത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സംസാരിച്ചു, പ്രവർത്തിച്ചു, പെരുമാറി എന്നുള്ളത് കൊണ്ട് താൻ ഫുൾ ദൈവവും അതേസമയത്ത് എല്ലാ മനുഷ്യന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടായിരുന്നുകൊണ്ട് താൻ ഫുൾ മനുഷ്യനുമായിരുന്നു. പ്രവർത്തികളിലൂടെയാണ് ഇത് രണ്ടും തെളിയുന്നത്. ഓക്കെ, ക്ലിയർ ഇനഫ് മോ? ക്ലിയർ ആക്കിയ അപ്പുറം എനിക്ക് മറുപടി അറിയത്തില്ല. വെരി മച്ച് ക്ലിയർ സർ, താങ്ക് യു വെരി മച്ച്. അടുത്തൊരു ചെറിയ ചോദ്യമാണ്. വചനം ധ്യാനിക്കുക എന്നത് എങ്ങനെയാണ് പ്രായോഗികം ആക്കുന്നത്? That's a good question. ചെറിയ ചോദ്യമാണെങ്കിൽ വളരെ വാലിഡ് ആയ ചോദ്യമാണ്. ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ധ്യാനം പഠിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ കൊണ്ടുവരണം. എന്നിട്ട് ശ്വാസം ഇങ്ങനെ അകത്തോട്ടെടുക്കുന്ന ഫീൽ ചെയ്യണം, പുറത്തോട്ട് പോകുന്ന ഫീൽ ചെയ്യണം, എടുക്കുന്ന ഫീൽ ചെയ്യണം, പുറത്തോട്ടെടുക്കുന്ന ഫീൽ. ഇതിനാ ധ്യാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മളുടെ കാര്യത്തെ പറ്റി ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുന്ന ഡ്രീമിങ് ആണ്. ഡ്രീം അബൌട്ട് ഇറ്റ്. ഇത് മെഡിറ്റേഷൻ. ഇത് കൊണ്ടുവന്ന് വചനം വായിച്ചിട്ട് ഇങ്ങനെ ധ്യാനിക്കുക, വചനം വെച്ചിട്ട് ധ്യാനിക്കുക. പിന്നെ ഇങ്ങനെ കണ്ണടിച്ചിരിക്കുന്നുണ്ടേ
ഈ കണ്ണടച്ചിരിക്കുന്നതിൻ്റെ ബുദ്ധിക്കകത്ത് സാത്താൻ്റെ ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഇതിന്. കാരണം സാത്താൻ്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധിയാണ്. അവിടെ ആവശ്യമില്ലാത്ത ആലോചന കൊണ്ട് കൊടുക്കുന്നുള്ളതാണ് ഇവൻ്റെ പണി. പുള്ളി കിട്ടും. അപ്പോൾ കണ്ണടച്ചിരിക്കുന്ന പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കിട്ടി. വലിയ വചന വെളിപ്പാടാ, വലിയ വചന വെളിപ്പാട്. ഇന്നലെ രാത്രി ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു. കർത്താവും കാണാൻ വന്നിട്ടില്ലെന്നേ. കണ്ണടച്ചിരുന്ന എന്റെ മനസ്സിൽ ഒരു വെളിയോട് തോന്നിയതാ. എന്താണ് വചനധ്യാനം? ഗുഡ് ക്വസ്റ്റ്യൻ. ഒന്നാമത് വചനധ്യാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ധ്യാനമല്ല. ഈ പറഞ്ഞ ധ്യാനമല്ല. ആ വേർഡിന്റെ ബിബ്ലിക്കൽ മീനിങ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇതിന്റെ കറസ്പോണ്ടിങ് വചനം എവിടെ കിടക്കുന്നു നോക്കുക. കറസ്പോണ്ടിങ് ഇതിന്റെ വ്യത്യസ്തമായ തലങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുക. There are minimum 5 magnifying tools or magnifying glasses through which you should understand the word of God. ദൈവത്തിനെ മനസ്സിലാക്കേണ്ട 5 മാഗ്നിഫൈങ് ഗ്ലാസസ് ഉണ്ട്. ആ മാഗ്നിഫൈങ് ഗ്ലാസസ് ഓരോന്നെടുത്ത് വെച്ച് അതെന്താണെന്ന് നോക്കി മനസ്സിലാക്കുക. മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഈ ഓരോ ഒന്ന് നമ്മളെടുത്തതിൻ്റെ ലാംഗ്വേജ് ടൂൾ എടുത്തു, ഹിസ്റ്റോറിക്കൽ ടൂൾ എടുത്തു, അതിൻ്റെ പിന്നെ ജൂവിഷ് സെറ്റിംഗ് എന്ന ടൂൾ എടുത്തു. കുറേ ടൂൾസ് ഉണ്ട്. നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട പെർഫെക്റ്റ് എക്സാമ്പിൾ യൂദായുടെ ലേഖനമാണ്. സ്മോളസ്റ്റ്. യൂദ വിശുദ്ധന്മാർക്ക് പൊതുവിൽ ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തെ പറ്റി ഒരു ലേഖനം എഴുതാൻ തീരുമാനിച്ചപ്പം immediately there crisscrossed his mind the challenge that the church of his time was facing. So his thoughts began to go through all the different areas of it. Because he was fully focused on it. അതാണ് വചനധ്യാനം എന്ന് പറയുന്നത്. മറ്റേത് ഈ കണ്ണു പഠിച്ചിങ്ങനെ ഇരുന്ന് മറ്റേ സ്വാമിമാർ ധ്യാനിക്കുന്നുണ്ടല്ലോ, അതല്ല മെഡിറ്റേഷൻ ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്, യു ടേക്ക് വൺ ആഫ്റ്റർ അനദർ the 5 tools, 5 magnifying glasses, and you're focused on it so as to understand what the word says. വചനം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നീ പൊരുൾ തിരിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് വചനധ്യാനം എന്ന് പറയുന്നത്. അങ്ങനെ നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോണേ, പരിശുദ്ധാത്മാവിന്റെ ഒരു ഇന്റർഫിയറൻസ് ഉണ്ടാവും. പരിശുദ്ധാത്മാവിന്റെ the spirit gives you this message in it. ഇത് നമ്മൾ സ്ട്രൈക്ക് ചെയ്യും. അതിന് റീമ എന്ന് പറയുന്നത് ആത്മീയ പ്രചോദനങ്ങൾ എന്ന് പറയുന്നത്. ഈ ആത്മീയ പ്രചോദനങ്ങൾ started speaking to us. The word started speaking to us. ആ ഹോൾ പ്രോസസ്സിനെയാണ് വചനധ്യാനം എന്ന് പറയുന്നത്. മറ്റേ അമ്മമാർ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന പരിപാടിയല്ല. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച് സർ. നോ പ്രോബ്ലം. അടുത്ത ചോദ്യം, ഇതിനു മുമ്പ് സാർ ഒരു സെഷനിൽ അതിനെപ്പറ്റി അല്പമായി പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ഇതാണ്: മണവാട്ടി സഭ ആരാണ്? യഹൂദന്മാരാണോ മണവാട്ടി സഭയിലെ അംഗങ്ങൾ? നാം ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണെന്നും പറയുന്നു. ഇതിനൊരു വ്യക്തത വരുത്താമോ എന്നാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. നിശ്ചയമായും മണവാട്ടി സഭ എന്ന് പറയുന്നത് ഒന്ന്, ദ ഹോൾ വേൾഡിലെ യഹൂദനെന്നോ യാവനെന്നോ അതിന് വ്യത്യാസമില്ല, മുഴുവൻ മനുഷ്യരെടുക്കുക. ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന്, കുഞ്ഞാടിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവർ, അവരാ മണവാട്ടി സഭ. എങ്ങനെ വേർതിരിക്കപ്പെട്ടു? ഒന്ന്, അവർ ദൈവകുഞ്ഞാടിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ടേറ്റ് പറഞ്ഞു.
രണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗോണ്ട് ഏറ്റു പറഞ്ഞതുകൊണ്ട് അവരെന്ത് ചെയ്തു? പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. സ്നാനമേറ്റു എന്നുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ചെങ്കടലിന്റെ അക്കരെ കരയിലാണ്. അതിന് വേർപാടെന്ന് പറയുന്നത്. ലോകത്തിന്റെ വഴികളിൽ നിന്നും പാപ സ്വഭാവത്തിൽ നിന്ന് വേർപെട്ടു. പിന്നെ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കും. പിന്നെന്ത് ചെയ്യും? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കും, കൂട്ടായ്മ ആചരിക്കും, പ്രാർത്ഥന. ഇനി ഇവര് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ സഭ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞ 40 കൂട്ടം അടിസ്ഥാന വേദോപദേശങ്ങൾ പ്ലസ് നമ്മുടെ എപ്പിസൈൽസിൽ കൂടെ സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളിലെ ഇൻസ്ട്രക്ഷൻസ് അതനുസരിക്കും. ഈ കൂട്ടം അപ്പോൾ യഹൂദനൊന്നും യവനൊന്നും ഇല്ല. പക്ഷെ ഇത്രയും ചെയ്തു കഴിയുമ്പോഴാണ് ആരാകുന്നത്? You become the bride of the Lamb. പക്ഷെ അത്രയും ചെയ്യുന്നില്ലെങ്കിലോ? ഞാനൊരു ഉദാഹരണം പറയാം. ഈ ടൈപ്പോളജി വരുന്നുണ്ടേ. ഈ ഇസഹാക്കും പിന്നെ റിബേക്കയും തമ്മിൽ വിവാഹം ആണ്. യേശുക്രിസ്തു സഭയിൽ നിന്നുള്ള വിവാഹത്തിന്റെ ടൈപ്പോളജി. ചെന്ന് റിബേക്കയെ കണ്ടു, സംസാരിച്ചു. അപ്പം റിബേക്ക കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ കൂട്ടർ പറഞ്ഞു, അവള് കൊച്ചല്ലേ, കുറച്ച് നാളോട് നിൽക്കട്ടെ. അവളും പറഞ്ഞു, ശരിയാ, കല്യാണം കഴിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പോകും, ഞാൻ എനിക്ക് സമയമുള്ളപ്പോൾ വരാം എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? First thing, she should be ready to get separated from. ദീർഘദൂരം നടന്ന് വന്ന് വെളിമ്പ്രദേശത്ത് ഇസഹാക്ക് വരുന്നത് കണ്ടു. ഇസഹാക്ക് വരുന്നത് കണ്ടപ്പോഴോ she was ready to receive him. ഇസഹാക്കിനോട് അമ്മയുടെ കൂടാരത്തിൽ പോകാൻ തയ്യാറായി. അപ്പൊ ഈ 2 പാർട്ടുണ്ട് സെപ്പറേഷന്. സെപ്പറേറ്റഡ് ഫ്രം ആൻഡ് സെപ്പറേറ്റഡ് ടു. ഇത് രണ്ടും ഫുൾഫിൽ ആയില്ലെങ്കിൽ ഈ മണവാട്ടി എന്ന ആ ഒരു കൺസെപ്റ്റ് ഫുൾഫിൽഡ് ആകത്തില്ല. ഇതിൽ ഒന്നാമത്തെ ഒത്തിരി പേരും തയ്യാറാണ്, പക്ഷെ രണ്ടാമത്തേത് അല്ല, ചില രണ്ടാമത്തെ റെഡിയാണ്, പക്ഷെ ഒന്നാമത്തെ ബാക്കി ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇവിടെ താമസിച്ചോളാം, ഞാൻ ഇവിടെ ഭർത്താവ് തന്നെ നിന്നോളാമെന്ന്, ഇവിടെ തന്നെ നിന്നോളാം. അപ്പൊ തന്നെ ഞാൻ സ്നാനപ്പെട്ടതാ. ഞങ്ങൾക്കൊരു ബൈബിൾ സ്റ്റഡി ഉണ്ട്, പള്ളിയിൽ പത് വേറെ, ഞങ്ങൾക്ക് പ്രൈവറ്റ് ബൈബിൾ സ്റ്റഡി ഉണ്ട്. അവിടെ ഞങ്ങൾ അന്യഭാഷ്യം പറയും. പള്ളിയും മിണ്ടാനൊക്കത്തില്ല. ഞങ്ങൾ പള്ളിയിൽ അച്ഛൻ പ്രസംഗിക്കും, ഞങ്ങൾ ഉപദേശി വരുത്തിയിട്ടുണ്ട് ഇതിന് പ്രൈവറ്റ് ഗ്രൂപ്പിന്. ഇവിടെ കിട്ടിയോ? നമുക്ക് രണ്ടുമുണ്ട്. അപ്പം പണ്ട് നമ്മൾ ഇതിനൊക്കെ നല്ലൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു, പൂച്ചയ്ക്ക് സ്പ്രേ അടിക്കുന്ന കാര്യം, പൂച്ചക്കുട്ടിക്ക് സ്പ്രേ അടിക്കുന്ന കാര്യം. അപ്പം ഇവരാണ് മണവാട്ടി, ഇവർ മാത്രം മണവാട്ടി. ഈ 2 കാര്യം ഒബ്സർവ് ചെയ്യുന്നവർ. സെപ്പറേറ്റഡ് ഫ്രം ആൻഡ് സെപ്പറേറ്റഡ് ടു. Then you are the മണവാട്ടി. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉള്ള ടൈമുണ്ട്. അടുത്ത ചോദ്യം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 48, 46, 48 വാക്യത്തെ ആസ്പദമാക്കിയുള്ളതാണ്. 46-ാം വാക്യത്തിൽ നിത്യജീവനായി അയോഗ്യർ എന്ന് കാണുന്നു. 48-ാം വാക്യത്തിൽ നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു എന്നും കാണുന്നു. മനുഷ്യരെല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്നാണല്ലോ ദൈവം ഇഷ്ടപ്പെടുന്നത്. നിത്യജീവനായി നിയമിക്കപ്പെടാത്തവർ ഉണ്ടോ? നിശ്ചയമായും ഉണ്ട്. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണോ ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ അതിനു വേണ്ടിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നിയമിക്കപ്പെട്ടവർ. നമ്മളിപ്പോ പറഞ്ഞ എന്ത് തന്നെയാണത്. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം, ദൈവത്തിന്റെ ആഗ്രഹം. ദാറ്റ്സ് ഗോഡ്സ് പ്ലാൻ അബൌട്ട് ദം. പക്ഷെങ്കിൽ അതിനോട് പോസിറ്റീവായി റിയാക്ട് ചെയ്യുന്നവർ മാത്രമേ അതിനെ നിയമിക്കപ്പെടുന്നുള്ളൂ. ഏതുപോലെ കല്യാണം ഉറച്ച പെണ്ണും കല്യാണം ഉറക്കാത്ത പെണ്ണും തമ്മിൽ വ്യത്യാസം ഇല്ലയോ?
കല്യാണം ഉറച്ച പെണ്ണും കല്യാണം ഉറക്കാത്ത പെണ്ണും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് വ്യത്യാസം. കല്യാണം ഉറച്ചതാ, ഉം. മറ്റേതിന് കല്യാണം നിയമിക്കപ്പെട്ട. ഉറക്കത്തില്ലെന്നില്ല. നല്ല ചെറുക്കം വരുന്ന തന്നെ അവൾ മര്യാദയ്ക്ക് വിവാഹമെന്നുണ്ടെങ്കിൽ അവളുടെ കല്യാണം ഉറക്കും, ഉം. അല്ലേ? അപ്പം രക്ഷയുടെ പദ്ധതിയോട് ഒരാൾ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അയാൾ നിത്യജീവനായി നിയമിക്കപ്പെട്ടു. നിയമിക്കപ്പെട്ടവർ. അതുവരെയോ ഇറ്റ് ഈസ് ഡിസയർഡ് ഓഫ് ഹിം, ദൈവം അവനെ പറ്റി ആഗ്രഹിക്കുന്നു. അവൻ ഇന്നല്ലെങ്കിൽ നാളെ രക്ഷയുടെ സുവിശേഷത്തോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുമെന്ന്. റെസ്പോണ്ട് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് സർ. ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വൺസ് അഗെയിൻ. Thank you very much. Bye.